തിരക്കേറിയ ജീവിതത്തിനിടയിൽ നിന്ന് ഞാൻ സമാധാനം തേടുകയാണ്. അതെ, എ മൊമെന്റ് ടു നറിഷ് മൈ സോൾ. ആരോഗ്യത്തിനൊപ്പം സൗന്ദര്യവും. സമഗ്രമായ ആരോഗ്യത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും പുതിയ തുടക്കത്തിനായി മട്ടാഞ്ചേരിയിൽ സ്ഥിതി ചെയ്യുന്ന ആയുർസ്പർശ് ആയുർവേദ ഹോസ്പിറ്റൽ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. ഗ്രൂപ്പ് നേതാക്കളുടെ പിടിവാശി കോൺഗ്രസിനെ തോൽവിലേക്ക് നയിക്കുന്നു. AN സജീവൻ രാജി പ്രഖ്യാപിച്ചു. വൈറ്റില ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് AN സജീവൻ പാർട്ടി സ്ഥാനത്തും പ്രാഥമിക അംഗത്വം രാജിവെച്ചു. കഴിഞ്ഞ 40 വർഷമായി പാർട്ടിയിലുണ്ടായിരുന്ന AN സജീവൻ KSU യൂത്ത് കോൺഗ്രസ് മണ്ഡലം ബ്ലോക്ക് തലങ്ങളിൽ വിവിധ സ്ഥാനങ്ങൾ വഹിച്ചു വരികയായിരുന്നു. സ്വകാര്യ പ്രവർത്തനങ്ങളിലും സാമൂഹിക രംഗത്തും സജീവമായിരുന്ന സജീവൻ പാലിയേറ്റീവ് കെയർ പ്രവർത്തനങ്ങൾ, PTA പ്രസിഡന്റ് സ്ഥാനങ്ങൾ, റെസിഡന്റ് അസോസിയേഷൻ നേതൃത്വം തുടങ്ങിയവ വഴിയാണ് ജനങ്ങളുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്നത്. തെരഞ്ഞെടുപ്പിനായി 44-ാം ഡിവിഷനിൽ വീണ്ടും 2 തവണ പരാജയപ്പെട്ട MX സെബാസ്റ്റ്യൻ എന്ന സ്ഥാനാർത്ഥിയെ നിർത്തിയതിനെതിരെ അദ്ദേഹം കടുത്ത വിമർശനമാണ് ഉന്നയിച്ചത്. 2 തവണ തോറ്റ വ്യക്തിയെ വീണ്ടും സ്ഥാനാർത്ഥിയാക്കുന്നത് പ്രവർത്തകരോടുള്ള വെല്ലുവിളിയാണ്. ഗ്രൂപ്പ് നേതാക്കളുടെ പിടിവാശി പാർട്ടിയെ തോൽവിയിലേക്ക് നയിക്കുകയാണ് എന്നാണ് സജീവൻ പ്രസ്താവനയിൽ വ്യക്തമാക്കിയത്. ഞാൻ ഇതുവരെ പ്രവർത്തിച്ച കോൺഗ്രസിൻ്റെ എല്ലാ ഭാരവാഹിത്വത്തിൽ നിന്നും അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും രാജിവെച്ചതായി അറിയിക്കുകയാണ്. കഴിഞ്ഞ 40 വർഷക്കാലത്തിനുള്ളിൽ ഇവിടെ നിന്ന് മത്സരിച്ച ശ്രീ ജോർജ് ഈഡൻ MP, ശ്രീ ഹൈബി ഈഡൻ, ശ്രീ K ബാബു, ശ്രീ ബെന്നി ബെഹനാൻ, ശ്രീ PT തോമസ്, ശ്രീമതി ഉമ്മ തോമസ്, ശ്രീ TJ വിനോദ്, അതുപോലെ തന്നെ ഇപ്പോൾ 44-ാം ഡിവിഷനിൽ മത്സരിക്കുന്ന സെബാസ്റ്റ്യൻ മത്സരിച്ചപ്പോൾ 2 തവണയും രാപ്പകലില്ലാതെ പ്രവർത്തിച്ച ഒരു എളിയ പ്രവർത്തകനാണ് ഞാൻ. കഴിഞ്ഞ 2 തവണയും മത്സരിച്ച് തോറ്റ വ്യക്തിയാണ് MX സെബാസ്റ്റ്യൻ. സ്വന്തം സഹോദരിയുടെയും കുടുംബത്തിൻ്റെയും വോട്ട് പോലും ലഭിക്കാത്ത, ജനങ്ങളുടെ പിന്തുണയില്ലാത്ത അദ്ദേഹത്തിനെയാണ് ഈ ഡിവിഷനിൽ ഈ തവണയും മത്സരിപ്പിക്കുന്നത്. ഇത് കോൺഗ്രസിൻ്റെ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൻ്റെ ഹാട്രിക് തോൽവിയായിട്ട് ജനം കണക്കാക്കും. പാലിയേറ്റീവ് കെയർ രംഗത്തും പൊതുരംഗത്തും പ്രവർത്തിക്കുന്ന ഒരാളെന്ന നിലയിൽ ഒരു കുടുംബത്ത് ഒരു മരണം വന്നാലോ ഒരു അത്യാവശ്യ ഘട്ടം വന്നാലോ ഏത് പാദയാത്രയിലും കടന്നു ചെല്ലാൻ കഴിയുന്ന ഞങ്ങളെപ്പോലെയുള്ള പ്രവർത്തകരെ. വാട്ടർ ടാങ്ക് തകർന്ന് കൂത്താപ്പാടിയിൽ വെച്ച് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് MLA ശ്രീമതി ഉമാ തോമസ് മറുപടി പറഞ്ഞത് കൊച്ചി നഗരസഭ ഭരണം UDF പിടിക്കുമെന്നാണ്. സ്വന്തം സഹോദരിയുടെയും കുടുംബത്തിന്റെയും പിന്തുണ പോലും ഇല്ലാത്ത ഇതുപോലെയുള്ള വ്യക്തികളെ സ്ഥാനാർത്ഥിയായി നിർത്തിയാൽ വീണ്ടും കോൺഗ്രസ് പരാജയപ്പെടുക തന്നെ ചെയ്യും. 44-ാം ഡിവിഷനിൽ നിന്നും തന്റെയും ഇപ്പോൾ സ്ഥാനാർത്ഥിയായ വ്യക്തിയുടെയും പേരുകളാണ് നേതൃത്വത്തിലേക്ക് പോയത്. തന്നെ ഒഴിവാക്കി തന്നെക്കാൾ യോഗ്യരായ മറ്റ് ആര് സ്ഥാനാർത്ഥിയായി വന്നാലും കുഴപ്പമില്ല. എന്നാൽ എല്ലാ പ്രവർത്തകരെയും വീണ്ടും വെല്ലുവിളിച്ചുകൊണ്ട് 2 പ്രാവശ്യം തോറ്റ വ്യക്തിയെ വീണ്ടും നിർത്തി ഹാട്രിക് തോൽവി ഏറ്റുവാങ്ങാൻ വേണ്ടി ഗ്രൂപ്പ് കളിക്കുന്ന കോൺഗ്രസ് പാർട്ടി എങ്ങോട്ടാണ് പോകുന്നത്? ഇവിടെ നടക്കുന്ന ചില ഗ്രൂപ്പ് നേതാക്കളുടെ പിടിവാശിയാണ് അതിന് കോൺഗ്രസ് പാർട്ടിയെ ബലിയാടാക്കണോ എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. സജീവിനോടൊപ്പം വൈറ്റില മണ്ഡലം സെക്രട്ടറി AN സന്തോഷ്, ബൂത്ത് സെക്രട്ടറി വിവേക് എന്നിവരും രാജിവെച്ചതായി അദ്ദേഹം അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കൊച്ചി.